ഇന്ത്യയിലെ എല്ലാ പ്രമുഖരായ എഴുത്തുകാർക്കും, എഴുത്തുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ ഉൾപ്പെടെ ഉള്ളവരുടെ രചനകളിൽ ഈ മഹാഭാരതത്തെ ഉപജീവിച്ചിറങ്ങിയ സാഹിത്യമേ ഒരുപക്ഷെ ഇന്ത്യൻ സാഹിത്യത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു 50% ഉള്ളൂ. മഹാഭാരതം ഉപജീവിച്ചിട്ടുള്ള കഥാപാത്രങ്ങളെ ഉപജീവിച്ചിട്ടുള്ള. ബാക്കി 50% എന്ന് പറയുന്നത് അതിൽ നിന്ന് അടിച്ചു മാറ്റിയ വേറെ പേരിലുള്ളതെന്ന് അത്രേ ഉള്ളൂ. ഞാൻ വെറുതെ ജോക്കായിട്ട് പറയുകയല്ല. ഈ അടുത്ത കാലത്ത് ഇപ്പം ഇവിടെ നമ്മുടെ ഫിലിമിൽ കാണുന്ന ഒരു സീരിയലുണ്ട്. അപ്പോൾ അതിലെ ഒരു പ്രശ്നമെന്ന് പറയുന്നത്, ഒരു സ്ത്രീ അവരെ ഒരു സാഹചര്യത്തിൽ പ്രസവിക്കുന്നു. അന്ന് അവിവാഹിതയാണ്. ആ കുട്ടി മരിച്ചു എന്നുള്ള ധാരണയിൽ അവർ കഴിയുമ്പോൾ ആ കുട്ടി അനാഥാലയത്തിൽ വളർന്ന് അതിൻ്റെ അമ്മയെ തേടി അത് തിരിച്ചെത്തുന്ന രംഗമാണ്. അതുണ്ടാക്കുന്ന ആത്മസംഘർഷങ്ങളെക്കുറിച്ച് അവരുടെ ഇപ്പോഴത്തെ ഭർത്താവും പഴയ സംഭവങ്ങളും ഒക്കെ കൂടെയാണ് ഒരു സീരിയലായിട്ട് എടുക്കുന്നത്. ഇതിൻ്റെ 10 ഇരട്ടിയല്ല 100 ഇരട്ടി ആത്മസംഘർഷമാണ് മഹാഭാരതത്തിൽ കുന്തിയും കർണനും ആ സമൂഹവും എല്ലാം നേരിടുന്നത്. ആ ഭാവനകളുടെ എത്രയോ ചെറിയ പതിപ്പുകളാണ് ഇതൊക്കെ. ഈ തരത്തിലുള്ള രചനകൾ ധാരാളമുണ്ട്. അല്ല സാർ, ഇപ്പോഴേ കഥ പറയുമ്പോൾ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ, മമ്മൂട്ടി ഒരു വലിയ നടനായി മാറുന്നതും തൻ്റെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ആ റോളിൽ അഭിനയിക്കുന്നത് നമ്മുടെ ശ്രീനിവാസനാണ്, അതൊരു ബാർബറുടെ മകനായിട്ട്. അപ്പോൾ അവസാനം മമ്മൂട്ടി അങ്ങ് ഭയങ്കര പ്രശസ്തനായ വലിയൊരു സംഭവം. ആ കഥ അറിയാമല്ലോ. അതും ഈ മഹാഭാരതത്തിലെ കഥ തന്നെയാണല്ലോ. അല്ല, ഇതിൻ്റെ ഞങ്ങൾ വേറൊരു ജോക്ക് പറയാം. ഈ എങ്ങനെയാണ് 99% പുരുഷന്മാരും ഭാര്യയുടെ അടിമകളാണ്, പിന്നെ 1% ഉള്ളത് അങ്ങനെയാണെങ്കിലും അല്ലെന്ന് ഭാവിക്കുന്നവരുമാണ്. ഇതേപോലെ ഉള്ളൂ മഹാഭാരതത്തിനെ ഉപജീവിക്കുന്നത്. അതിൻ്റെ വിശ്വാസത്തിലാണ് മഹാഭാരതത്തിൽ ആദ്യമേ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതിലുള്ളത് നിങ്ങൾക്ക് ലോകത്ത് പലയിടത്തും കാണാം, പക്ഷേ ഇതിലില്ലാത്തത് ലോകത്തൊരിടത്തും. കാരണം മനുഷ്യൻ്റെ വൈകാരിക ഭാവങ്ങൾ ഇത്രയും കൃത്യതയോടുകൂടി അവൻ്റെ മനസ്സിലെ ആത്മനൊമ്പരങ്ങളും ആത്മസംഘർഷങ്ങളും അതോടൊപ്പം തന്നെ അവനെ നയിക്കുന്ന അധികാരദാഹവും ഇത്രയേറെ വ്യക്തതയോടുകൂടി ഹൃദയ ദ്രവീകരണമായ രീതിയിൽ തന്നെ ചിത്രീകരിച്ചിട്ടുള്ളത് മഹാഭാരതത്തിൽ മാത്രമേ ഉള്ളൂ. അതൊരു അത്ഭുതമാണ്. അത്ഭുതമെന്ന് വെച്ചാൽ ഈ ആത്മസംഘർഷങ്ങളിൽ മുഴുകുന്ന, ഇപ്പോൾ അനുജനോട് അങ്ങേയറ്റം മനസ്സുകൊണ്ട് സ്നേഹമുള്ള ഒരു ജ്യേഷ്ഠൻ, ആ ജ്യേഷ്ഠന് എത്ര കരുത്തോടെ അസ്ത്രം അയച്ചാലും അനുജനെ വധിക്കാൻ ആഗ്രഹിക്കില്ല. അതിനെ തലേന്ന് കുന്തിയുടെ അടുത്ത്, അല്ല കർണൻ്റെ അടുത്ത് വരുന്ന കുന്തിയുടെ ഒരു ഇതുണ്ട്, മകനെ നിനക്ക് പിന്മാറിക്കൂടി, നാളെയാണല്ലോ ആ യുദ്ധം. അപ്പോൾ പറയും, രാജമാതാവേ ഭയം തോന്നുന്നുവല്ലേ? കർണൻ വാക്ക് പാലിക്കും. എന്ന് വെച്ചാൽ യുദ്ധത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ആയുധമേന്തിയ കർണനെ വധിക്കാൻ ഒക്കില്ല എന്നുള്ളത് കൃഷ്ണൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കുന്തിയോട് മാത്രമല്ല, എല്ലാവരോടും പറഞ്ഞു. പ്രത്യേകിച്ച് അർജുനനോട് പറഞ്ഞു, അർജുന വധിക്കുന്നെങ്കിൽ നിരായുധനായി ഭൂമിയിൽ നിൽക്കുന്ന അവസരത്തിൽ ചെയ്യണം. അല്ലാതെ അദ്ദേഹം അസ്ത്രമെടുത്ത് വില്ലേന്തി നിൽക്കുകയാണെങ്കിൽ ഞാൻ സാക്ഷാൽ ഇന്ദ്രനോ മഹാദേവൻ പോലുമോ യുദ്ധത്തിൽ വന്നാലും കർണനെ പരാജയപ്പെടുത്താൻ അസാധ്യമാണ്. അതുകൊണ്ട് അവനെ അങ്ങനെ ഈ സംഹാര രീതി കൃഷ്ണൻ എല്ലായിടത്തും ഉപയോഗിക്കുന്നുണ്ട്. കാരണം നാണും പെണ്ണും കെട്ട ശിഖണ്യെ മുൻനിർത്തുമ്പോൾ മാത്രമാണ് ഭീഷ്മർ വധിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ ഭീഷ്മർ അവധ്യനാണ്. പിന്നെ നമ്മൾ വക്കീലന്മാരുടേതായ ഒരു കാര്യം അതിനകത്തുണ്ട്. ഒരു ചോദ്യം ചോദിക്കുന്നു, പിതാമഹന അവധ്യനല്ലേ, അദ്ദേഹം സ്വച്ഛന്ത മൃത്യു ആണല്ലോ, അദ്ദേഹത്തിന് നമുക്ക് എങ്ങനെ പരാജയപ്പെടുത്താൻ ഒക്കും? അപ്പോൾ കൃഷ്ണൻ അതിന് പറയുന്നത് സ്വച്ഛന്ത മൃത്യു എന്നേ പറയുന്നുള്ളൂ. സ്വച്ഛന്ത മൃത്യു എന്നേ പറയുന്നുള്ളൂ. അദ്ദേഹം യുദ്ധം ചെയ്തുകൊണ്ട് ജീവിക്കണം എന്നല്ല പറയുന്നത്. അദ്ദേഹത്തിന് ഇഷ്ടമുള്ളപ്പോൾ മരിക്കാം. അതുവരെ മരണം മാറി നിൽക്കുമെന്നേ ഉള്ളൂ, യുദ്ധത്തിൽ ജയിക്കണമെന്നല്ല. അപ്പൊ അതുപോലെ ദ്രോണരെ പറയുന്നത്
ഒരിക്കലും കേൾക്കാൻ ഇഷ്ടപ്പെടാത്തത് പറയണം. അത് കേൾക്കുന്ന സമയം അദ്ദേഹം നിരായുധനാവും. അങ്ങനെ നിരായുധനാകുമ്പോൾ അദ്ദേഹത്തെ വധിക്കും. ഇവരെല്ലാം ആയുധം കയ്യിൽ എന്തുമ്പോൾ ഈ 3 പേരെയും ഒന്നും ചെയ്യാനൊക്കില്ല. കാരണം ഈ 3 പേരും ഒരു ഗുരുവിൻ്റെ ശിഷ്യന്മാരാണ്. ദ്രോണരും ഭീഷ്മരും കർണനും പരശുരാമൻ ശിഷ്യന്മാരാണ്. അവരുടെ 3 പേരുടെയും ആരോഗ്യകരമായിട്ടുള്ള മത്സരവും ഉണ്ട്. കാരണം ഞാൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സേനാനായകനാണെങ്കിൽ അതുവരെയും കർണൻ പടക്കളത്തിൽ ഇറങ്ങണ്ട. അതുകൊണ്ടാണ് ഭീഷ്മർ അത് പറയുന്നത്. അപ്പോൾ ഇറങ്ങണ്ടെന്ന് പറയുമ്പോൾ കർണൻ കുന്തിയുടെ മകനാണെന്ന് അറിയുന്നുണ്ട്. അപ്പോൾ കഴിയുന്നത്ര ഒരു മരണം ഒഴിവാക്കാം എന്നായിരിക്കാം ഭീഷ്മർ കരുതിയത്. പക്ഷേ കുന്തി ഇത് പുറത്ത് പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. അപ്പോൾ ആ പ്രത്യാഘാതങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് കർണന് പിന്നെ യുദ്ധത്തിൽ വരുന്നത്. ഇപ്പോൾ യുദ്ധത്തിൽ വരുമ്പോൾ കർണൻ്റെ കയ്യിൽ ദിവ്യമായ ഇന്ദ്രൻ കൊടുത്ത വൈജയന്തി എന്ന അസ്ത്രമുണ്ട്. അത് കർണൻ ഉപയോഗിക്കും എന്നുള്ളത് കൊണ്ട് ഇന്ന് കർണ നിനക്ക് തരുന്നത് ഇന്നാരുമായിട്ടുള്ള യുദ്ധമാണ്, നീ വേറെ ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ് ദ്രോണര് കർണനെ മാറ്റുന്നുണ്ട്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കർണനിൽ നിന്നും അർജുനനെ രക്ഷിക്കാൻ ദ്രോണരെടുത്ത ഒരു തന്ത്രമായിട്ടും കണക്കാക്കാം. അല്ലെങ്കിൽ പടനായകൻ അന്ന് പറയുകയാണ് 1-ാം ദിവസം തന്നെ, പോകൂ, നിങ്ങളിലുള്ള വൈജയന്തി ഉപയോഗിച്ച് അർജുനനെ വധിക്കൂ. അത് പറയുന്നില്ല. 1-ാമത്തെ ദിവസത്തെ 1-ാമത്തെ ദിവസം എന്ന് വെച്ചാൽ 15-ാമത്തെ ദിവസമാണ്, 10-ാമത്തെ ദിവസമാണ് ഭീഷ്മർ വീഴുന്നത്. 11-ാമത്തെ ദിവസമാണ് കർണൻ രംഗത്തിറങ്ങുന്നത്. അല്ല, ദ്രോണർ ഇതിൻ്റെ ദ്രോണരാണ് 11-ാമത്തെ ദിവസം തൊട്ട് സൈന്യാധിപൻ ദ്രോണരാണ്. അദ്ദേഹം കൽപ്പിക്കുന്ന അനുസരിച്ച് ചെയ്യാനേ പറ്റുള്ളൂ. അദ്ദേഹത്തിന് വേണമെങ്കിൽ കൽപ്പിക്കാമായിരുന്നു, നീ കർണ അല്ല നീ അർജുനനെ തീർക്കെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അത് പറയില്ല. കാരണം അർജുനൻ ഏറ്റവും ശ്രേഷ്ഠനായ വില്ലാളി വീരനാണ്. അതിനുവേണ്ടി നിയമങ്ങളൊക്കെ മാറ്റിയ ആളാണ് ദ്രോണര്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇത് പിന്നെ കൃഷ്ണൻ്റെ തന്ത്രം എന്തെന്ന് വെച്ചാൽ രണ്ടും കൂടെ വെട്ടിപ്പോട്ടെ. ഏത് ആദിവാസിക്ക് ഒരു വെട്ടിയുണ്ടായിരുന്നു, ആ സമയത്ത് ജാതിയില്ല അതിൽ. ആ സമയത്ത് ജാതിയില്ല. അത് മന്നത്തിൻ്റെ ആത്മകഥയുണ്ട്. അതിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വേറൊരു രീതിയിൽ പരാമർശമുണ്ട്. അദ്ദേഹത്തിന് ശരിക്കും നമുക്കത് പറയുമ്പോൾ ഇങ്ങനെ പറയേണ്ടി വരും, 10 ദിവസത്തെ പുല ആചരിക്കണം. 10 ദിവസം എന്ന് പറയുന്നത് അവിടെ പല രോഗങ്ങളും രോഗാണുക്കളും തങ്ങി നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ട് അവിടെയുള്ളവരുമായിട്ടുള്ള ബന്ധം കുറച്ചൊന്ന് മാറ്റി നിർത്തിയാൽ നിങ്ങൾക്ക് ആ കാലഘട്ടത്താണ് നമ്മളൊക്കെ ഉണ്ട്. അല്ലാതെ ഇപ്പോഴത്തതിനെയാണ് ഉടനെ എടുത്തു വെച്ച് പുല ആചരിക്കുന്നില്ല. ഇപ്പോൾ 11-ാം ദിവസം നിങ്ങൾക്ക് പുല തീർന്നു. അപ്പോൾ അതുകൊണ്ടാണ് അതുവരെ ക്ഷേത്രത്തിലെങ്കിലും പോരുന്നത്. മന്നം അദ്ദേഹത്തിൻ്റെ അമ്മാവൻ്റെ മരണം കഴിഞ്ഞ് 11-ാം ദിവസം പെരുന്ന അമ്പലത്തിൽ കയറുന്നു. അപ്പോൾ അവിടുത്തെ പൂജാരി പരാതി കൊടുത്തു. അന്ന് ഇവിടെ പുല സർക്കുലർ എന്ന് പറഞ്ഞൊരു സർക്കുലറുണ്ട് രാജാവിൻ്റെ. അത് പുല ലംഘിക്കുന്നവനെ ജയിലിലടയ്ക്കാം. അപ്പോൾ മന്നം ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് മറ്റേ ആൾ പരാതിക്ക് പോയി. പുല സർക്കുലർ അങ്ങനെ ഒരു സർക്കുലറുണ്ട്. ആ സർക്കുലറിൽ മന്നം പ്ലീഡർഷിപ്പ് എടുത്തിട്ടുള്ള വക്കീലായതുകൊണ്ട് അദ്ദേഹം നേരിട്ട് വാദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് പെരുന്നേക്കടുത്തിട്ട് തന്നെയുള്ള ഒരു തഹസീൽദാരുടെ ഓഫീസിൽ വെച്ച് വിസ്താരം നടക്കുകയാണ്. അപ്പോൾ കൂട്ടത്തിൽ ഈ പൂജാരിയെ വിസ്തരിക്കുന്നു. അപ്പോൾ പൂജാരിയോട് പറയുന്നുണ്ട്, നിങ്ങൾ ബ്രാഹ്മണനല്ലേ, ഒരു ബ്രാഹ്മണൻ ഒരു ശൂദ്ര സ്ത്രീയെ സ്പർശിച്ചാൽ എത്ര വർഷമാണ് അവർക്ക് വിലക്ക്? അപ്പോൾ അത് 3 വർഷം എന്താണ് അയാൾ. നിങ്ങൾക്ക് ഒരു ശൂദ്ര സ്ത്രീയിൽ എത്ര മക്കളുണ്ട്? നിങ്ങൾ ഇന്നലെയും അവിടെ അല്ലേ പോയിരുന്നത്? നിരന്തരം ഇത് ലംഘിക്കാൻ തയ്യാറാകുന്ന നിങ്ങൾ ചെയ്യുന്നതിനോളം കഴിഞ്ഞാൽ പിന്നെ ആ ക്ഷേത്രത്തിന് എന്ത് ഒരു പവിത്രതയില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം കേസ് ജയിക്കുകയാണ് ഇന്ന്. പറയുമ്പോൾ മന്നത്തിൻ്റെ ആത്മകഥയെക്കുറിച്ച് വേറൊരു കാര്യം പറയണം. അന്നത്തെ കാലത്ത് ഏറ്റവും പ്രോഗ്രസീവായിട്ട് ഉള്ള പുസ്തകങ്ങളിലൊന്നാണത് മന്നത്തിൻ്റെ ആത്മകഥ. അതുകൊണ്ടായിരിക്കണം അതിനേഴ് അത് പ്രിൻ്റ് ചെയ്തിട്ട് പോലുമില്ല. എന്നുവെച്ചാൽ അതിലെ ഒരു ഭാഗം നമ്മുടെ
അച്യുതമേനോൻ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. 3 പേര്, അതായത് ജാതീയമായ വ്യത്യാസങ്ങൾ തീർക്കാനായിട്ട് ഒരു ഹരിജൻത്തിൽപ്പെടുന്ന ഒരാൾ, പിന്നെ ഒരു ഈഴവ സമുദായ അംഗം, ഒരു നായർ സമുദായ അംഗം, അത് അന്നും തന്നെയാണ്. ഇവർ 3 പേരും കൂടെ വീട്ടിൽ ആഹാരം കഴിക്കാനായിട്ട് ചെല്ലുന്നുവെന്നും. അപ്പോൾ ആഹാരം വിളമ്പി കഴിഞ്ഞപ്പോൾ ജോലിക്കാരി പറഞ്ഞു, ഏറ്റവും താഴെയുള്ള അത് എടുക്കാൻ എനിക്ക് ഒക്കില്ല എന്ന് പറഞ്ഞു. ഏറ്റവും താഴെ ഉള്ള ഈ ആളുകൾ ഇല എടുക്കാൻ എനിക്ക് പറ്റില്ല എന്ന് ജോലിക്കാരി പറഞ്ഞു. ഇപ്പം ജോലിക്കാരി പറഞ്ഞപ്പോൾ മന്നം പറഞ്ഞു, ശരി ഞാനതെടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ പറഞ്ഞു, വേണ്ട മോനെ, അത് ഞാൻ ചെയ്യാം. ഇന്ന് നമുക്കൊരു തമാശയായിട്ട് ഇവിടെ ഇരുന്ന് പറയാമെന്നുണ്ടെങ്കിലും ആ കാലഘട്ടവും ആ സമയത്ത് അവർ കാണിച്ച വലിയ മനസ്സും നമ്മൾ ബഹുമാനിക്കണം. ശരി. കാരണം തൻ്റെ പുത്രൻ്റെ വേദനകൾ മുഴുവനും മനസ്സിലാക്കിയാണ്. ഈ മരണത്തിനൊരു വിശേഷമുള്ള വെച്ചാൽ അദ്ദേഹം ബ്രാഹ്മണ പൂജാരിയുടെ മകനാണ്. അത് ശരി. അപ്പോൾ അദ്ദേഹം തൊട്ട് കഴിഞ്ഞാൽ പിന്നെ പൂജാരിക്ക് പോയി കുളിക്കണം. പൂജാരിക്ക് കുളിക്കണം. ഒരു മകന് പോലും അവരുടെ അടുത്ത് പോകാനൊക്കെ ഇല്ല. അത്ര കണ്ടുള്ള ഈ നിലയിലുണ്ടായിരുന്ന ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളതെന്നുള്ള ഉണ്ണാത്തവരും എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു ഇതാണ്. ഇതിൻ്റെ മറ്റൊരു ഭാഗം നമുക്ക് മഹാഭാരതത്തിൽ കാണാം. മഹാഭാരതത്തിൽ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീമൻ്റെ മകനായ ഘടോത്കജനെ ഭരണത്തിൻ്റെ തന്ത്രങ്ങൾ പറയുന്ന സമയത്തോ അവിടുത്തെ ചർച്ചകൾ വരുന്ന സമയത്തോ കുന്തി പോലും അടുത്ത തലമുറയുടെ ലിസ്റ്റിനകത്ത് ഈ ചെറുക്കനെ പറയുന്നില്ല. ഘടോത്കജനെ പെട്ടിട്ടില്ല, പറയുന്നില്ല. അത് ശരി. അടുത്ത തലമുറയിൽ പെട്ട ആളാണല്ലോ ഘടോത്കജൻ. അത് മൂത്തതാണ്, പക്ഷെ ഏറ്റവും മൂത്തതുമാണ്. അയാൾക്ക് ഒരു അഡ്രസ്സും ഇല്ല. ക്ലീൻ. ആ ജാതിയുടെ ആ ഒരു അത് വന്ന് കഴിഞ്ഞിട്ട് അതുപോലെ അപ്പം മരിച്ചു കിടക്കുന്നവരുടെ ശരീരം കാണാൻ കഴിയും. പക്ഷെ അവിടെ വരുമ്പോൾ നമ്മൾ ഗാന്ധാരിയെ ബഹുമാനിക്കണം. ഗാന്ധാരി വിലപിക്കുമ്പോൾ അഭിമന്യുവിൻ്റെ മൃതദേഹം നോക്കി പൊട്ടിക്കരയുന്നുണ്ട് ഗാന്ധാരി. കാരണം അത് കൊച്ചുമോനാണ് എന്നുള്ള. അപ്പം ആ മനസ്സിൻ്റെ വലിപ്പം പോലും ഇവിടെ കുന്തി കാണിക്കുന്നില്ല. അപ്പം കുന്തിയിൽ അത് കേന്ദ്രീകൃതമാകുന്നത് തൻ്റെ പുത്രൻ ഒരു കാട്ടുജാതി കരിപ്പെണ്ണിൽ ഒരു കുട്ടിയെ ജനിപ്പിച്ചു. അതിൻ്റെ പ്രയോജനം അവരെടുത്തു. എന്താണെന്നറിയാമോ? ഇവർക്ക് നടക്കാൻ വയ്യാതായപ്പോഴെല്ലാം തോളിലെടുത്തുകൊണ്ട് പോയിട്ടുള്ളത് ഘടോത്കജനും ഈ പിന്നെ ഹിഡിമ്പിയൊക്കെ കൂടെ ചേർന്നാണ്. ആർക്ക് ഇഷ്ടം പോലെ കരുത്തുണ്ടല്ലേ. ഇപ്പം എന്നും അഞ്ജലി ചുമക്കേണ്ടവനെ അവിടെ കണ്ടെത്തി കഴിഞ്ഞ് ഈ താഴോട്ടുള്ളവന്മാർ തമ്മിലൊരു മത്സരമുണ്ട്. ഇപ്പം തിരുവനന്തപുരത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് നായന്മാരുടെ ഇടയിൽ ഒരുപാട് അവാന്തര വിഭാഗക്കാരുണ്ട്. അവരുടെ പിന്നെ നമ്മുടെ ഡോക്ടർ CP നായരുടെ അച്ഛൻ NB ചെല്ലപ്പൻ നായരുടെ ഒരു പുസ്തകമുണ്ട്. അദ്ദേഹം ചരിത്രത്തോടു കൂടി ചേർന്നുള്ള കഥകൾ എഴുതും. അക്കൂട്ടത്തിൽ ഒരു കഥ ഇതാണ്. തമ്പിമാർ എന്നുവെച്ചാൽ രാജാവിൻ്റെ മക്കളാണല്ലേ, അവരോടൊപ്പം പ്രമുഖരായ നായന്മാർ ഊണ് കഴിക്കാൻ കയറി. അവരോട് ഇറങ്ങി പോകാൻ പറഞ്ഞു. നിൻ്റെ ഇവിടെ ഒന്നും ഇവിടെ ഞങ്ങൾ കഴിക്കില്ല. ഇത് തന്നെയാണ് ഒരു കാലത്ത് NSSനകത്ത് തിരുവനന്തപുരത്തുള്ള ഒരാൾ ഭരണാധികാരിയായിട്ട് വരാത്തതും. അവർ എങ്ങനെ ശരിക്കും കൊല്ലം തൊട്ടുള്ളതിനെ അങ്ങോട്ട് എടുക്കുള്ളൂ, ഇങ്ങോട്ടുള്ളതൊക്കെ കുഴഞ്ഞതായിട്ടാണ് അവരുടെ ഒരു വെപ്പ്. അത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇതൊരു രസകരമായ ചരിത്രമാണ്. ഈ ചരിത്രത്തിൻ്റെ ഭാഗങ്ങൾ നമ്മൾ ഇപ്പോൾ വാട്ട് ഐ ക്യാൻ സേ ഈസ് ദിസ് സ്പാർക്ക് വാട്ട് ഈസ് സ്റ്റേറ്റഡ് ഇൻ മഹാഭാരത ഈസ് യു ക്യാൻ സീ ഇറ്റ് ഇൻ ഈവൻ നൗ ഡേയ്സ്. ഇപ്പോൾ ഈ പറയുന്ന കർണൻ എന്ന് പറയുന്ന കഥാപാത്രം അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളുണ്ട്. പക്ഷെ ആ സംഘർഷങ്ങൾക്കിടയിലും വളർത്തിയ അമ്മ തന്നിൽ സന്നിവേശിപ്പിച്ചിട്ടുള്ള സദ്ഗുണങ്ങൾ അവസാനം വരെ നിലനിന്നു. അതാണ് നമ്മുടെ ഫാമിലി ലോയിൽ കുട്ടികളെ എങ്ങനെയാണ് വളർത്തേണ്ടത്. അതിലുപയോഗിക്കുന്ന ഒരു വാക്ക് വെൽഫെയർ ഓഫ് ദ ചൈൽഡ്. ഈ വെൽഫെയർ ഓഫ് ദ ചൈൽഡ് നോട്ട് ഇൻ മോണിറ്ററി ടേംസ്. നിങ്ങൾക്ക് കുറേ ധനം ഉണ്ടാവാം, അതുകൊണ്ട് നിങ്ങൾക്കൊരു കുട്ടിയുടെ വെൽഫെയറിൽ കൊടുക്കാൻ ഒക്കില്ല. അവനൊരു നല്ല അന്തരീക്ഷം കൊടുക്കണമെങ്കിൽ, നല്ല രീതിയിലുള്ള ഒരു ബന്ധങ്ങൾ നിലനിർത്തണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ളൊരു സംസ്കാരം നിങ്ങൾക്കുണ്ടാവണം, പാരൻസിനുണ്ടാവണം.
അത് ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ആ വെൽഫെയർ എന്നുള്ള വേർഡ് ഗാർഡിയൻ ആൻഡ് വേർഡ്സ് ആക്ടിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ വെൽഫെയറിനെ നമ്മൾ കാണുന്നത് ഒരു കുട്ടിക്ക് അവൻ്റെ മാനസികമായ വളർച്ച കൂടെ ഉണ്ടാവണം. സമ്പന്നരിൽ അതുണ്ടാവണമെന്നില്ല. ഈ വളർച്ചയുടെ മാനസികമായ വളർച്ച കൊടുക്കാൻ കഴിഞ്ഞ, രാധയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു അംശം പോലും സത്യത്തിൽ കുന്തിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മുടെ ധർമ്മപുത്രർ ഓരോ ഘട്ടത്തിലും ധർമ്മപുത്രർ എന്നുള്ള പേരിനെ അപമാനിക്കുമ്പോൾ കാണാൻ പറ്റും. ധർമ്മപുത്രരുടെ ഒരു ഉത്തമമായ പ്രവൃത്തി എന്താണ്? ഭാര്യയെ പിന്നെ ജയദ്രഥൻ അപമാനിച്ചു. അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് തീരുമാനിച്ചു ഇവനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കണം. കാരണം വെച്ചാൽ സഹധർമ്മിണിയെ അപമാനിച്ചാണ്. അപ്പോൾ ധർമ്മപുത്രന് പറ്റില്ല. ദുശ്ശലയുടെ ഭർത്താവാണ്. ദുശ്ശല വിധവയാകുന്ന കാര്യം നമുക്കിപ്പോൾ ആലോചിക്കാൻ ഒക്കില്ല. അതുകൊണ്ട് ഇവനെ മുട്ടയടിച്ചു വിട്, ബാക്കിയൊന്നും ചെയ്യണ്ട. ഈ ജ്യേഷ്ഠാനുജന്മാരുടെ ഇയാളുടെ തീരുമാനത്തെ അനുസരിക്കുന്ന രീതി ബ്ലൈൻഡ് ബിലീഫിൽ ചെയ്യണമെങ്കിൽ ബ്ലൈൻഡ് ഒബീഡിയൻസ് എന്ന് പറയുന്നത് പോലെയാണ് സത്യത്തിലെ ദുശാസനൻ ചെയ്തതും അത് തന്നെയാണ്. ദുശാസനന് സ്വന്തമായിട്ട് പാഞ്ചാലിക വസ്ത്രക്ഷേമം ചെയ്യണമെന്ന് ആഗ്രഹമൊന്നുള്ള ആളല്ല. പക്ഷേ ജ്യേഷ്ഠനെ ലംഘിക്കുന്ന ഒരു പരിപാടിയില്ല. അവസാനം വരെയും ദുശാസനൻ്റെ ജോലി അത് മാത്രമേ ഉള്ളൂ. ദുശാസനൻ എന്ത് ചേട്ടൻ പറയുന്നു അത് പുള്ളി ചെയ്യും. അപ്പം ഈ ആ 101 പേരിലെ ഒബീഡിയൻസ് ഇപ്പുറത്തും അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ അവരുടെ അമ്മമാരുടെ തമ്മിലൊരു വ്യത്യാസമുണ്ട്. എവിടെയാണോ ധർമ്മം അവിടെയാണോ വിജയം എന്ന് ഗാന്ധാരി പറയുന്നുള്ളൂ. കുന്തി അങ്ങനെയല്ല. മക്കളെ അധികാര സ്ഥാനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടത് വളരെ മുമ്പേ തന്നെ കണക്കുകളിലൂടെ അവരത് കിട്ടി. അപ്പോൾ ആ കാര്യത്തിൽ വന്നപ്പോൾ ഒരു ദോഷം പറ്റി. മക്കളെ ആ നിലയിൽ നർച്ചർ ചെയ്യാൻ പറ്റിയില്ല. പാവപ്പെട്ട വീട്ടിൽ ജനിച്ചത് കൊണ്ട് കർണന് ഉത്തമമായ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കർണൻ്റെ അമ്മയ്ക്ക് കഴിഞ്ഞു. കർണൻ്റെ അമ്മ എന്ന് പറയുന്നത് രാധയ്ക്ക് അത് ആ വ്യത്യാസം ഉണ്ട്. അതായത് ജനനിയും മാതാവും. അതാണ് രാധയെ കർണനായിട്ട് കിടക്കുമ്പോൾ പോലും കുന്തിയെ ജനനിയായിട്ടേ പറയുന്നുള്ളൂ, ജനിപ്പിച്ചവൾ. അതുകൊണ്ട് അവിടെ തീരണം എന്നാണ്. അപ്പം ഈ നിലയിൽ കർണനെ അപമാനിതനാക്കുമ്പോഴും ഘടോത്കജൻ്റെത് വരുമ്പോഴും ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഏത് ഘടകം? ജാതിയും അധികാരവും. അധികാര സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്താൻ ജാതിയെ ശക്തമായിട്ട് ഒരു കൂട്ടുപിടിക്കും. ഇതുകൊണ്ടാണ് ഭരണഘടനയിൽ 2 ക്ലാസ്സുകൾ വെച്ചിട്ടുണ്ട്. ഒന്ന്, ഇത്തരത്തിൽ അവശത അനുഭവിക്കുന്നവർക്ക് റിസർവേഷൻ കൊടുക്കണം എന്ന് പറയുന്ന തത്വത്തിൻ്റെ മൂല കാരണം ഇതാണ്. അല്ല, അതിനെക്കുറിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ഡിബേറ്റിൽ വരുമ്പോഴും പറയുന്നുണ്ട്. ഇവരെ അതിനോടൊപ്പം എത്തണമെന്നുണ്ടെങ്കിൽ ഇനിയും കാലങ്ങൾ ഇടിക്കും. കാരണം അവരെന്നും ഈ സമൂഹത്തിൻ്റെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗമാണ്. ആ റിസർവേഷൻ്റെ പ്രിൻസിപ്പിൾ ഇവിടെ തുടങ്ങിയാണ്. ഒരുത്തൻ പഠിച്ചൊരു പൊസിഷനിലേക്ക് എത്താനായിട്ട് വന്ന് അവൻ അവിടെ അടിച്ചു ഓടിക്കും. കർണൻ മഹാരഥിയായിട്ട് വന്നു. പക്ഷെ നിവൃത്തിയില്ലാതെ പരാജിതനായിട്ട് ജീവിതത്തിൽ പോകുന്നു.